കണ്ണൂർ പള്ളിയാമൂലയ്ക്ക് സമീപം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടറുകൾ കത്തിച്ചു. തെക്കൻ മണലിലെ കെ സാലിനിയുടെ സ്കൂട്ടറുകളാണ് കത്തിച്ചത്. കണ്ണൂർ കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതാണ് കോൺഗ്രസിന്റെ പ്രകോപനത്തിന് കാരണമെന്ന് സൽന പറഞ്ഞു. കണ്ണൂർ പള്ളിയാമൂല തെക്കൻ കെ സാലിനിയുടെയും ഭർത്താവ് കെ ജിതേഷിന്റെയും സ്കൂട്ടറുകളാണ് കത്തിച്ചത്. കണ്ണൂർ കോർപ്പറേഷന്റെ അഴിമതിക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതിനാണ് ഈ ക്രൂരത ചെയ്തതെന്ന് സൽന പറഞ്ഞു. കഴിഞ്ഞ ദിവസം PK രാഗേഷ് നേതൃത്വത്തിലുള്ള രാജീവ് ഗാന്ധി കൾച്ചർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂരിൽ കൺവെൻഷൻ നടന്നിരുന്നു. കോർപ്പറേഷന്റെ അഴിമതിക്കെതിരെയായിരുന്നു കൺവെൻഷൻ. ഇതിൽ പയ്യാമ്പലത്തെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഡയറിക്കുറിപ്പ് വിതരണം ചെയ്തിരുന്നു. ഇത് താൻ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തുവെന്നും ഇതാണ് തന്റെ വീട്ടിലെത്തി സ്കൂട്ടറുകൾ അഗ്നിക്കിരയാക്കാൻ കാരണമായതെന്നും കെ സൽന കണ്ണൂർ വിഷനോട് പറഞ്ഞു. ഞാൻ ഫേസ്ബുക്കിൽ സ്ഥിരം പോസ്റ്റ് ഇടുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നലെ PK രാഗേഷിൻ്റെ ഒരു പരിപാടി ഉണ്ടായി, കൾച്ചറൽ ഫെസ്റ്റ് ഉണ്ടായി. അവിടെ ഞാൻ പോയി. അവിടെ നിന്ന് എനിക്ക് കണ്ണൂർ കോർപ്പറേഷൻ്റെ അഴിമതിയായി സംബന്ധിച്ച കുറച്ച് രേഖകൾ കിട്ടി. അപ്പോൾ അത് ഞാൻ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട ശേഷം ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ പറയുന്ന നിജിൽ കണ്ണൻ എന്ന് പറയുന്ന ആൾ നിരന്തരമായിട്ട് തന്നെ എന്താ പറയേണ്ട മോശമായ രീതിയിലാണ്, അശ്ലീലങ്ങളും തന്നെയാണെന്ന് പറയേണ്ടത്. പുറത്ത് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെയും ഞാനൊരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഈ കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാനൊരു കളക്ഷൻ ഏജൻറ്റാണ്. രാത്രി കാലങ്ങളിൽ വരെ ഒരു 8 മണി വരെ ഞാൻ പയ്യാമ്പലത്തിലും കളക്ഷൻ എടുക്കുന്ന ആളാണ്. കോൺഗ്രസ് പ്രവർത്തകർ വരുക, തടഞ്ഞു നിർത്തുക, കാലിൻ്റെ മുട്ടടിച്ച് മുറിക്കുന്നു പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക, നിരന്തരം ഉപദ്രവങ്ങളായി ഇവർ കൊണ്ട്. ക്രിക്കറ്റ് കളിയും കണ്ടിട്ട് നമ്മൾ കിടന്ന സമയത്തായിരുന്നു മോൻ പറഞ്ഞു, അമ്മേ ലൈറ്റ് ഓഫാക്കിയില്ലേ പുറത്ത് എന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോൾ നമ്മളെ വണ്ടിയുണ്ട് കത്തുന്നു. എൻ്റെ വണ്ടി വഴിയിലാണ് വെച്ച്, ഇവരെ വണ്ടി മുറ്റത്ത് തന്നെ ഉണ്ടായി. അപ്പോൾ ഇവരെ വണ്ടി കത്തിയിട്ട് മുകളിലെ കോനായിൻ്റെ കഴുക്കോൽ വരെ കത്തിയിന്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് കിടക്കാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ വണ്ടീൻ്റെ കത്തുന്നിടത്തിയുണ്ട് ഈ നിജിൽ കണ്ണൻ നിൽക്കുന്നു. ഫോണ് വിളിച്ച് നിൽക്കുമായിരുന്നുണ്ടേ. ആ പുള്ളി എന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, സൽന എന്നെ തെറ്റിദ്ധരിക്കണ്ടേ, ഞാനല്ല എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു ദുരൂഹതയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാം നീ തന്നെയാണ്, നിനക്കാണ് എന്നോട് ഇത്രയും ശത്രുതയുള്ളേ, നിങ്ങളാണ് കാര്യമില്ലാണ്ട് ഇങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞേരം പറഞ്ഞ് എന്നാൽ പിന്നെ നിന്നെ കൊണ്ട് കഴിയും പോലെ ചെയ്തു, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ നിജിൽ കണ്ണനത്തിന്. പുള്ളിനെ കൊണ്ട് എനിക്ക് നിരന്തരം ഉപദ്രവം, പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. താൻ CPM അനുഭാവിയാണെന്നും സൽന അറിയിച്ചു. തനിക്കെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഭീഷണി ഉണ്ടായിരുന്നതായും സൽന പറഞ്ഞു. സ്കൂട്ടർ കത്തിക്കാൻ വന്നയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇയാൾക്കെതിരെ ടൗൺ പോലീസിൽ പരാതി നൽകിയതായും സൽന അറിയിച്ചു. ഞായറാഴ്ച രാത്രിയോടെയാണ് ആക്രമണം നടന്നത്. സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.